സോ പവർ സിസ്റ്റത്തിൻ്റെ തന്നെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമ്മൾ പോവാണ്. ആണ് എക്കണോമിക്സ് ഓഫ് പവർ ജനറേഷൻ, അല്ലെങ്കിൽ എക്കണോമിക്സ് ഓഫ് പവർ സിസ്റ്റം എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിനകത്ത് കുറച്ച് ന്യൂമറിക്കൽസ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അത് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് റിവിഷൻ ക്ലാസ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റും ക്വസ്റ്റ്യൻസ് ഒക്കെ. പിന്നെ അതിനകത്ത് കുറേ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നോക്കാം നമുക്ക് എന്താവും എന്നുള്ള കാര്യം. ഓക്കെ, സോ പോവാണ് എക്കണോമിക്സ് ഓഫ് പവർ സിസ്റ്റം. എക്കണോമിക്സ് ഓഫ് പവർ സിസ്റ്റം ഫസ്റ്റ് പറയുന്നത് എന്തായിരിക്കും? ഫസ്റ്റ് നമ്മൾ പറയുന്നതാണ് ലോഡ് കർവ്. ലോഡ് കർവ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ലോഡിനെ വൈ ആക്സിൽ ലോഡും എക്സ് ആക്സിൽ ടൈമും ആയിട്ട് ഡ്രോ ചെയ്യുന്ന ആ ഒരു കർവിനാണ് നമ്മൾ ലോഡ് കർവ് എന്ന് പറയുന്നത്. ലോഡ് കർവ് എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോൾ നമുക്ക് ലോഡ് കർവിനെ പറ്റി പറഞ്ഞാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. നമ്മൾ നോക്കിയേ, ഈ ലോഡ് കർവിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും, പീക്ക് ലോഡ് കിട്ടും അല്ലേ. ദാറ്റ് മീൻസ് മാക്സിമം ലോഡ് നമുക്ക് കിട്ടുന്നുണ്ട്, ബേസ് ലോഡ് കിട്ടുന്നുണ്ട്, മാക്സിമം ഡിമാൻഡ് കിട്ടുന്നുണ്ട്. therefore we can tell that ഇതായിരിക്കും ഇറ്റ് പ്രൊവൈഡ്സ് ലോഡ് കർവ്, ഇറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് അല്ലെ, ഇറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് എന്തായിരിക്കും, അബൌട്ട് മാക്സിമം ലോഡ്, മിനിമം ലോഡ് ആൻഡ് എന്തായിരിക്കും മാക്സിമം ഡിമാൻഡ്, മാക്സിമം ഡിമാൻഡ് ആൻഡ് ലോഡ് ഫോർകാസ്റ്റിംഗ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സബ്സ്റ്റേഷൻ എടുക്കുകയാണെങ്കിൽ ആ സബ്സ്റ്റേഷന്റെ ലോഡ് കർവ് നോക്കിക്കഴിഞ്ഞാൽ ഇതായിരിക്കും ലോഡ് ഇൻ കിലോ മെഗാവാട്ട് പെർ വിത്ത് റെസ്പെക്ട് ടൈം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വർഷത്തെ ലോഡ് കർവ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ എന്തായിരിക്കും ആ ഒരു വർഷത്തെ എത്ര ആയിരിക്കും അതിന്റെ മാക്സിമം പീക്ക് ലോഡ് പോയ എത്ര എന്ന് അറിയാൻ പറ്റും, അതിന്റെ മാക്സിമം ഡിമാൻഡ് എത്ര അറിയാൻ പറ്റും, ആ സ്റ്റേഷന്റെ മാക്സിമം ഡിമാൻഡ് എത്ര അറിയാൻ പറ്റും. ഇനി നെക്സ്റ്റ് ഫ്യൂച്ചറിലേക്ക് ലോഡ് ഫോർകാസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഒരു ഗ്രാഫിക്കൽ അനാലിസിനാണ് നമ്മൾ ലോഡ് കർവ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കോമ്പറ്റേറ്റീവ് പോയിന്റ് ഓഫ് എക്സാമിന് ചോദിക്കുന്ന രണ്ടാമത്തെ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. എന്തായിരിക്കും ഏരിയ അണ്ടർ ദ ലോഡ് കർവ് ഗീവ്സ്, എന്തായിരിക്കും ഏരിയ അണ്ടർ ദ ലോഡ് കർവ് ഗീവ്സ്, എന്തായിരിക്കും ഗീവ്സ് the number of units generated. Gives very important point ആണ്, ഓർത്ത് വയ്ക്കാം. number of units generated. The area under the load curve gives number of units generated. അടുത്ത പോയിന്റ് ആണ് average load. Next is average load. Average load is equal to എന്തായിരിക്കും load curve average load is equal to number of units generated divided by number of units generated divided by time in hours. Next അടുത്ത നമ്മൾ പറയാൻ പോവാണ് കണക്റ്റഡ് ലോഡ്. കണക്ട് ലോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ഓൾ ദ പവർ പോയിന്റ്സ് കണക്ട്, അതിനെ നമ്മൾ കണക്ട് ലോഡ് എന്ന് പറയും അല്ലേ. അവിടെ എത്രമാത്രം പവർ ഔട്ട് ഉണ്ടോ അല്ലെങ്കിൽ പവർ പോയിന്റ്സ് കണക്ട് ചെയ്തിട്ടുണ്ടോ അതിനെ നമ്മൾ കണക്ട് ലോഡ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഓർത്ത് വെച്ചാൽ മതി. അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് ലോഡ് ഫാക്ടർ. ലോഡ് ഫാക്ടർ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും ആവറേജ് ലോഡ് ഡിവൈഡ് ബൈ മാക്സിമം ഡിമാൻഡ്. ഇപ്പൊ നോക്കി നമ്മളിപ്പോ ലോഡ് ഫാക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പം ആവറേജ് ലോഡ് ഡിവൈഡ് ബൈ മാക്സിമം ഡിമാൻഡ് ആണ് ലോഡ് ഫാക്ടർ പറയുന്നത്. അപ്പം ഈ ലോഡ് ഫാക്ടർ എന്തായിരിക്കണം, നോർമലി എന്തായിരിക്കും ലോഡ് ഫാക്ടർ ഈസ് ലെസ് ദാൻ യൂണിറ്റി ആയിരിക്കും. കാര്യം എന്തായിരിക്കും, ഇപ്പൊ നമ്മൾ ഈ ലോഡ് ഫാക്ടർ ഈസ് ഈക്വൽ യൂണിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും മാക്സിമം ഡിമാൻഡ് ഈസ് ഈക്വൽ ടു ആവറേജ് ലോഡ് അല്ലേ. രണ്ടും കൂടി ഈക്വൽ ആവുന്ന സമയത്തായിരിക്കും ലോഡ് ഫാക്ടർ ഈസ് ഈക്വൽ ടു യൂണിറ്റി ഈസ് ഈക്വൽ ടു 1 എന്ന് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് പവർ സിസ്റ്റത്തിൽ വേണ്ട എന്തായിരിക്കും ലോഡ് ഫാക്ടർ എപ്പോഴും കൂടുതലായിരിക്കണം. therefore very important point, the load factor should be high load factor means what is advantage, high load factor means എന്തായിരിക്കും it reduces if a substation is having high load factor, then we can say that എന്ന് പറയാൻ പറ്റും it reduces എന്തായിരിക്കും the cost per unit generation. High load factor means it reduces by maintaining high load factor the cost per unit generation can be reduces cost per unit generation. Very important conclusion ആണ്, ഓർത്ത് വയ്ക്കുക. High load factor means
it reduces the high cost per unit generation. Important point ആണ്. ഒരുപാട് തവണ കോമ്പറ്റേറ്റീവ് എക്സാമിന് സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ that means എന്തായിരിക്കും മാക്സിമം ഡിമാൻഡും ആവറേജ് ലോഡും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റും, ലോഡ് ഫാക്ടർ പറയാൻ പറ്റും. അപ്പം that means എന്തായിരിക്കും ഇപ്പം മാക്സിമം ഡിമാൻഡ് ആവറേജ് ലോഡ് ഈക്വൽ ടു മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമുക്ക് ആവശ്യമുള്ള ലോഡ് മാത്രമേ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അതുപോലെ എന്തായിരിക്കും എക്സ്ട്രാ ലോഡ് നമുക്ക് ഇത് ചെയ്യുന്നില്ല, എക്സ്ട്രാ ജനറേഷന്റെ കോസ്റ്റ് അവിടെ വരുന്നില്ല. അതാണ് പറയുന്നത് എന്തായിരിക്കും reduces the by maintaining the high load factor reduces the എന്തായിരിക്കും cost per unit generation എന്ന് പറയുന്നത്. Next point, diversity factor. Diversity factor. Diversity factor. എന്തായിരിക്കും total connected load divided by maximum demand അല്ലേ? It is called diversity factor. ഇതിനകത്ത് അടുത്ത പോയിന്റ് diversity factor also. Diversity factor should be greater than 1. Diversity factor should be greater than 1. അപ്പോൾ ഇത് പറയാൻ പറ്റും. That means high diversity factor means എന്തായിരിക്കും, what it implies, high diversity factor means എന്തായിരിക്കും it reduces the initial cost of the plant. High diversity factor means it reduces the initial cost of the plant. Reduces the initial cost of the plant. It reduces the initial cost of the plant. Then therefore നമുക്ക് എന്ത് പറയാൻ പറ്റും, therefore conclusion, both load for a power system, both load factor and diversity factor എന്തായിരിക്കണം, both load factor and diversity factor should be high. So മൂന്ന് പോയിന്റ് ഓർത്ത് വയ്ക്കുക. ഒന്നാമത്തെ പോയിന്റ് എന്താ, ഹൈ ലോഡ് ഫാക്ടർ ആണെങ്കിലുള്ള അഡ്വാൻറ്റേജ് എന്തായിരിക്കും, ഇറ്റ് റിഡ്യൂസസ് ദ കോസ്റ്റ് പെർ യൂണിറ്റ് ജനറേഷൻ. ഹൈ ഡൈവേഴ്സിറ്റി ഫാക്ടർ ഉള്ള അഡ്വാൻറ്റേജ് എന്തായിരിക്കും, റിഡ്യൂസസ് ഇനിഷ്യൽ കോസ്റ്റ് ഓഫ് ദ പ്ലാന്റ്. ആൻഡ് ബോത്ത് എന്തായിരിക്കും ലോഡ് ഫാക്ടർ ആൻഡ് ഡൈവേഴ്സിറ്റി ഫാക്ടർ ഷുഡ് ബി ഹൈ. ഈ മൂന്നിനകത്തുനിന്നും ഒബ്ജക്റ്റീവ് ബിറ്റ് എപ്പോഴും ചോദിക്കുന്നതാണ്, ഓർത്ത് വയ്ക്കുക. ഹൈ ഡൈവേഴ്സിറ്റി ഫാക്ടർ മീൻസ് എന്തായിരിക്കും, ഇനിഷ്യൽ കോസ്റ്റ് ഇസ് റെഡ്യൂസ്ഡ്. എന്തായിരിക്കും ബോത്ത് ലോഡ് ഫാക്ടർ ആൻഡ് ഡൈവേഴ്സിറ്റി ഫാക്ടർ ഷുഡ് ബി ഹൈ. എന്തായിരിക്കും ഹൈ ലോഡ് ഫാക്ടർ മീൻസ് കോസ്റ്റ് പെർ യൂണിറ്റ് ജനറേഷൻ ഈസ് reduced. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഈ മൂന്ന് പോയിന്റ് ഓർത്ത് വയ്ക്കുക. Next is reciprocal of diversity factor. Reciprocal of diversity factor. ഇത് നമ്മൾ പറയുന്നത് coincidence factor or ഇത് പറയുന്നത് penalty factor. Coincidence factor or penalty factor. ബാക്കിയുള്ള ഇതൊക്കെ നമുക്ക് റിവിഷൻ ടൈമിൽ നമുക്ക് നോക്കാം. ഏതായിരിക്കും ഡിമാൻഡ് ഫാക്ടർ, കപ്പാസിറ്റി ഫാക്ടർ, അത് കുറച്ച് നമുക്ക് റിവിഷൻ ടൈമിൽ ചെയ്യാനുള്ള കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അത് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനെ പറ്റിയിട്ട് നമുക്ക് കൂടുതലായിട്ട് നോക്കാം. ഇപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക. നമുക്ക് അതായത് ഒബ്ജക്റ്റീവ് പോയിന്റ് ഓഫ് വ്യൂ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ പറയുന്നത്. ലോഡ് ഫാക്ടർ, ഡൈവേഴ്സിറ്റി ഫാക്ടർ, വാട്ട് ഈസ് ഇറ്റ്സ് ഹൈ ലോഡ് ഫാക്ടർ ഇംപ്ലൈസ് വാട്ട് ഇസ് അഡ്വാൻറ്റേജ് ഓഫ് മെയിൻറ്റെയിനിങ് ദ ഹൈ ഡൈവേഴ്സിറ്റി ഫാക്ടർ ആൻഡ് വൈ വി ഹാവ് ടു മെയിൻറ്റെയിൻ ദ ഹൈ ലോഡ് ഫാക്ടർ. ദെൻ ബോത്ത് ഡൈവേഴ്സിറ്റി ഫാക്ടർ ആൻഡ് ലോഡ് ഫാക്ടർ ഷുഡ് ബി ഹൈ. Then what is meant by penalty factor, അതുകൂടെ ഓർത്ത് വയ്ക്കാം. പിന്നെ അത് ഡിമാൻഡ് ഫാക്ടറും കൂടെ ഓർത്ത് വെച്ചോളൂ. ഡിമാൻഡ് ഫാക്ടർ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, മാക്സിമം ഡിമാൻഡ് ഡിവൈഡ് ബൈ കണക്റ്റഡ് ലോഡ്. അതും കൂടെ ഓർത്ത് വെച്ചിട്ട് പ്രോബ്ലംസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് ഫോർമുലാസ് പറഞ്ഞു വരും. ആ സമയത്ത് നമുക്ക് കുറച്ച് കൺക്ലൂഷൻസ് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് കൂടുതലായിട്ട് സംസാരിക്കാം ഈ ടോപ്പിക്സിനെ പറ്റി. മാക്സിമം ഡിമാൻഡ് ഈസ് ഈക്വൽ ടു ഡിമാൻഡ് ഫാക്ടർ ഈസ് ഈക്വൽ ടു മാക്സിമം ഡിമാൻഡ് ഡിവൈഡ് ബൈ എന്തായിരിക്കും കണക്റ്റഡ് ലോഡ്. So demand factor is always എന്തായിരിക്കും, it is always less than 1. അത് ഓർത്ത് വയ്ക്കാം. അടുത്ത നമ്മൾ പറയാൻ പോകുന്ന ഇപ്പോൾ ഒരു കോസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് പറയാൻ പോവാണ്. കോസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് അടുത്ത സെക്ഷൻ ആണ്, കോസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. കോസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റി പറയാൻ എന്തായിരിക്കും, ഫോർ എക്സാമ്പിൾ C1 is equal to cost characteristics of a plant 1 A1 kilowatt plus B1 kilowatt hour ഇത്രയും റുപ്പീസ്. ഇത് പ്ലാന്റ് 1 ആണെങ്കിൽ ഫോർ പ്ലാന്റ് 1
ഞാൻ പറയാണ് for plant 1 the cost characteristic C1 is equal to A1 kilowatt plus B1 kilowatt hour. ഇത് B ആണ് കേട്ടോ. A1 kilowatt plus B1 kilowatt hour plus B1 kilowatt hour. അത്രേ റുപ്പീസ്. അടുത്ത for plant 2 C2 is equal to എന്തായിരിക്കും A2 kilowatt plus B2 kilowatt hour. It is also in rupees. അങ്ങനാണെങ്കിൽ if A1 greater than A2 and B2 greater than B1, B2 greater than B1, A1 greater than A2 and B2 greater than B1 ആണെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റും? അങ്ങനാണെങ്കിൽ A1 greater than A2 and B2 greater than B1 ആണെങ്കിൽ എന്തായിരിക്കും? Plant 1 is a base load plant എന്ന് പറയാൻ പറ്റും. Therefore, we can say that plant 1 is എന്തായിരിക്കും? Base load plant എന്ന് പറയാൻ പറ്റും. Base load plant. Base load plant എന്ന് പറയാൻ പറ്റും. And അടുത്തെന്തായിരിക്കും നെക്സ്റ്റ് if A1 greater than A2 ആണെങ്കിൽ A1 greater than A2 and B2 greater than B1 ആകുമ്പോഴത്തേക്ക് plant 1 is base load plant. അടുത്തത് second observation, if A2 greater than A1 and B1 greater than B2 ആണെങ്കിൽ എന്തായിരിക്കും? B1 greater than B2 ആണെങ്കിൽ എന്തായിരിക്കും? It indicates എന്തായിരിക്കും? Plant 2 is base load plant. Therefore, നമുക്ക് വേണ്ടുള്ളത് എന്തായിരിക്കും? Economic peak load hours of operation is equal to peak load hours of operation is equal to എന്തായിരിക്കും വരിക? A1 minus A2 divided by B2 minus B1. A1 minus A2 divided by B2 minus B1 very important formula ആണ് കേട്ടോ. A1 minus A2 divided by B2 minus B1. Very important formula. So, ഓർത്ത് വയ്ക്കുക, base load plant A1 if A1 greater than A2 and A1 greater than A2 and B2 greater than B1 ആകുമ്പോഴത്തേക്ക് plant 1 is base load. A2 greater than A1 and B1 greater than B2 എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? Plant 2 is base load. Then economic peak load hours of operation is equal to A1 minus A2 divided by B2 minus B1. For example, തരുവാണ്, ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. The cost characteristics C1 is equal to 10,000 plus rupees 80 kilowatt plus Baisa 7 kilowatt hour, and C2 is equal to 800 plus rupees 60 kilowatt plus Baisa 8 kilowatt hour. Economic peak load hours of operation is determine the economic peak load hours of operation. Peak load hours of operation എന്നാണ് ചോദ്യം. അപ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? നമുക്ക് ഇക്വേഷൻ ഉണ്ട്, എന്തായിരിക്കും വരിക? Economic peak load hours of operation is equal to എന്തായിരിക്കും? That is equal to A1 minus A2 divided by എന്തായിരിക്കും? B2 minus B1 അല്ലെ? That is equal to, ഇവിടെ നോക്കിയേ, നമ്മളെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്താ? നമ്മളെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? C1 is equal to അല്ലെ? Our standard equation C1 is equal to അങ്ങനെ വരുന്നത് C1 is equal to A1 kilowatt plus B1 kilowatt hour അല്ലെ? ഇത്ര ഏതായിരിക്കും? റുപ്പീസിനാണ് അല്ലെ? അപ്പൊ നമ്മൾ നോക്കിയേ, നമ്മള് ഈ 10,800 കോൺസ്റ്റൻസ് ആണെന്ന് നമുക്ക് ആവശ്യമല്ല. ഇവിടെ എന്തായിരിക്കും വരിക? ഇവിടെ A1 is equal to എത്ര വരുന്നത്? A1 is equal to 80 അല്ലെ? Here this problem A1 is equal to 80, B1 എന്തായിരിക്കും വരിക? B1 is equal to
B1 is equal to എന്തായിരിക്കും B1 is equal to 6 and A2 is equal to 60 and B2 is equal to B2 is equal to 8. Therefore, എന്തായിരിക്കും economic peak load hours of operation is equal to, therefore economic peak load hours അല്ലെ, peak load hours of operation is equal to എന്തായിരിക്കും operation is equal to A1 എത്ര A1 minus 80 minus A2 60 അല്ലെ, 80 minus 60 divided by B2 minus B1 8 minus 6 ഇതായിരിക്കും. തന്നിരിക്കുന്നത് എന്താ, ക്വസ്റ്റ്യൻ നോക്കിയത് ബൈസിലാണ് തന്നിരിക്കുന്നത്, പക്ഷെ നമുക്ക് എന്താ റുപ്പീസിൽ വേണം അല്ലെ, ഡിവൈഡ് ബൈ 100 ചെയ്യുക. therefore 80 minus 60 20 അല്ലെ, 20 by ഇതായിരിക്കും 2 by 100 അല്ലെ, 20 by 2 by 100 100 പോളി പോകുമ്പോഴത്തേക്ക് 20 into 100 അപ്പോൾ 2000 divided by 2 therefore 1000 hours. ഈ 100 എങ്ങനെ നമ്മൾ ഇട്ടെ, 100 മീൻസ് എന്തായിരിക്കും, ഇത് തന്നിരിക്കുന്നത് എന്തായിരിക്കും പൈസയിലാണ് തന്നിരിക്കുന്നത്, നമുക്ക് എന്താ വേണ്ട റുപ്പീസിലാണ്, റുപ്പീസിലാണ് വേണ്ടത്, തന്നിരിക്കുന്നത് എന്താ പൈസയിലാണ് തന്നിരിക്കുന്നത്, അത് ഓർത്ത് വയ്ക്കാം. അപ്പോൾ 1000 hours ആയിരിക്കും നമ്മുടെ എക്കണോമിക് പീക്ക് ലോഡ് hours ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്, ഓർത്ത് വയ്ക്കാം. സോ ഇതൊക്കെയാണ് ഓരോ ക്വസ്റ്റ്യൻസിന്റെ ഓരോ മോഡലാണ്. അപ്പം അപ്പോഴത്തേക്ക് ഈ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ A1 minus A2 divided by B2 minus B1 എന്നുള്ള ഇക്വേഷൻസ് ഒക്കെ നമ്മൾ ഓർത്ത് വയ്ക്കാം. സോ അങ്ങനെ നമുക്ക് വർക്ക്ഔട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് അടുത്തൊരു മോഡൽ നോക്കിയേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ the fuel cost characteristics. The fuel cost characteristics the fuel cost characteristics of the fuel cost characteristics. ഞാൻ പറയാം, ഫോർ എക്സാമ്പിൾ എടുത്ത് ഞാൻ പറയുന്നത് FC is equal to is given by, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിക്കോളൂ, ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ എഴുതിക്കോളൂ, is given by fuel cost characteristics is given by FC is equal to 255 plus 53 PI plus 0.001 PI square. rupees per hour. അപ്പോ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഇൻക്രിമെന്റൽ ഫ്യൂൽ കോസ്റ്റ് പറയാം. ഫ്യൂൽ കോസ്റ്റ് ആരാ പറഞ്ഞത്, then what is the incremental fuel cost? incremental fuel cost ആണ് ചോദ്യം. then determine incremental fuel cost ആണ് ചോദ്യം. അപ്പോൾ എന്തായിരിക്കും incremental fuel cost എങ്ങനെ കണ്ടുപിടിക്കുന്നത്? incremental fuel cost is equal to എന്തായിരിക്കും, incremental fuel cost is equal to incremental fuel cost IFC എന്ന് പറയുകയാണ് ഞാൻ മുതൽ. IFC is equal to എങ്ങനെ ആയിരിക്കും വരിക, DFC divided by DPI. ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക, എത്ര ആയിരിക്കും വരിക വിത്ത് റെസ്പെക്ട് ടു PI ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും D by DPI ഓഫ് 250 എത്ര, അത് 0 അല്ലെ, 0 പ്ലസ് എന്തായിരിക്കും 53 പ്ലസ് 0.002 PI അല്ലെ, 0.002 PI rupees per megawatt hour. rupees per megawatt hour. ഇത് rupees per megawatt hour ആണ്. അപ്പം ഇങ്ങനെയായിരിക്കും നമുക്ക് എന്തായിരിക്കും ഇൻക്രിമെന്റൽ ഫ്യൂൽ കോസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഇൻക്രിമെന്റൽ ഫ്യൂൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഫ്യൂൽ കോസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് തന്നിട്ടുണ്ടെങ്കിൽ ഇൻക്രിമെന്റൽ ഫ്യൂൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ പറയാൻ എന്ത് ചെയ്യുക, ഡെറിവേറ്റ് ദാറ്റ് FC വിത്ത് റെസ്പെക്ട് ടു എന്തായിരിക്കും, വിത്ത് റെസ്പെക്ട് ടു PI ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ അതായത് ലോഡ് PI എന്ന് വെച്ചാൽ ലോഡാണ്, ലോഡായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ നമ്മൾ വിത്ത് റെസ്പെക്ട് ലോഡായിട്ട് നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്താൽ മതി. അപ്പോ സപ്പോസ് ഇപ്പൊ ഞാൻ പറയാണ് ഇതൊരു പ്രോബ്ലം ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദ ഇൻക്രിമെന്റൽ ഫ്യൂൽ കോസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നോക്കിക്കോളൂ. ദ ഇൻക്രിമെന്റൽ, ഇത് കോമ്പറ്റേറ്റീവ് എക്സാം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ദ ഇൻക്രിമെന്റൽ
fuel cost, the incremental fuel cost of the incremental fuel cost CARA of 50 megawatt gen alternator is എന്തായിരിക്കും ഈ സെയിം തന്നെ നമുക്ക് കൊടുക്കാം. എഫ് സി ഇസ് ഈക്വൽ ടു നമ്മളിപ്പോൾ ചെയ്തത് തന്നെ എന്തായിരിക്കും എഫ് സി ഇസ് ഈക്വൽ ടു 255 പ്ലസ് 53 PI പ്ലസ് 0.001 PI square. Okay. Then determine the question ഇങ്ങനെയാണ്. Determine the incremental IFC, incremental fuel cost for എന്തായിരിക്കും 100% loading, A 100% loading and B 50% loading. 100% loading and 50% loading. അതാണ് ചോദ്യം. അപ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുക? Therefore incremental fuel cost അല്ലേ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? incremental fuel cost. അപ്പോൾ എന്ത് ചെയ്യുക? incremental fuel cost is equal to എന്തായിരിക്കും DFC divided by DPI. നമ്മൾ മുന്നേ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്ര വന്നിരിക്കുന്നത് 53 plus 0.002 PI, ഓക്കെ, റുപ്പീസ് പെർ മെഗാവാട്ട് അവർ ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇൻറ്റു ബ്ലൂംബർഗിൽ ചെയ്ത് ഇൻറ്റു 10⁻³ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓർക്കുക, അത് തെറ്റിപ്പോകരുത്. ഇൻറ്റു 10⁻³ കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. Therefore എന്തായിരിക്കും വരിക? ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻക്രിമെന്റൽ ഫ്യൂൽ കോസ്റ്റ് അല്ലേ. Then for 100% loading, for 100% loading എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും തന്നിരിക്കുന്ന ജനറേറ്ററിന്റെ കപ്പാസിറ്റി എത്ര? 50 മെഗാവാട്ട് അല്ലേ. Therefore എന്തായിരിക്കും PI is equal to കൊടുക്കുക, PI is equal to 50 മെഗാവാട്ട്. Therefore എന്തായിരിക്കും വരിക? incremental fuel cost is equal to for 100% loading അല്ലേ is equal to 53 plus 0.002 into എത്ര വരും? 50 അല്ലേ. 50 എന്തായിരിക്കും into 10 to the power of 3. 10 to the power of 3. Therefore നമുക്ക് എത്ര കിട്ടും? Therefore 53,000 എന്ന് കിട്ടും അല്ലേ. Therefore incremental fuel cost is equal to 53,000. Then incremental fuel cost for അടുത്തത് 50% loading അല്ലേ. 50% loading is equal to 53 plus 0.002 അല്ലേ into 50 എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും 50 മെഗാവാട്ട് ആണ് PI. 50% ലോഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് 50യുടെ പകുതി എത്ര വരും? into 25 അല്ലേ into 10⁻³ 50% ആണ് 25 കൊടുത്തത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ചെയ്ത് നോക്കിയാൽ നമുക്ക് 53,500 കിട്ടും. ദാറ്റ് മീൻസ് 53,500. സോ വാട്ട് ഈസ് ഒബ്സർവേഷൻ? നമ്മൾ നോക്കിയേ, നമ്മൾ ഈ പ്രോബ്ലം ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയ ഒബ്സർവേഷൻ എന്താ? ഇൻക്രിമെന്റൽ ഫ്യൂൽ കോസ്റ്റ് 100% ലോഡിംഗ് സമയത്ത് എന്തായിരിക്കും ഫ്യൂൽ കോസ്റ്റ് എത്ര? 53,000 വരുന്നുണ്ട്. 50% ആയപ്പോഴത്തേക്ക് എന്താ 53,500 ആണ്. അപ്പോൾ എന്തായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? ഫുൾ ലോഡിലാകുമ്പോഴത്തേക്ക് എന്തായിരിക്കും കോസ്റ്റ് കുറവായിരിക്കും. 50% ലോഡിലാകുമ്പോഴത്തേക്ക് എന്തായിരിക്കും കോസ്റ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് മെഷീൻ ഷുഡ് ബി റൺ അറ്റ് മോർ എഫിഷ്യന്റ് അറ്റ് എന്തായിരിക്കും മോർ എഫിഷ്യന്റ് അല്ലെങ്കിൽ എക്കണോമിക്കൽ അറ്റ് when it is running at full load എന്ന് പറയും. കാര്യം എന്തായിരിക്കും ഫ്യൂൽ കോസ്റ്റ് എന്തായിരിക്കും കുറവായിരിക്കും. when it വർക്ക് റൺ അറ്റ് ഇതായിരിക്കും ഫുൾ ലോഡ്. അത് ഓർത്ത് വയ്ക്കുക. അതാണ് ഇതിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ പഠിച്ചതിനകത്ത് ദാറ്റ് മീൻസ് ഫ്യൂൽ കോസ്റ്റ് FC ഫ്യൂൽ കോസ്റ്റ് കയറാത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ഇൻക്രിമെന്റൽ ഫ്യൂൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? DFC ഡിവൈഡ് ബൈ DPI ചെയ്യുക. പിന്നെ എന്തായിരിക്കും ന്യൂമറിക്കൽസ് ചെയ്യുമ്പോഴത്തേക്ക് 10⁻³ ഇടാൻ മറക്കരുത്. അത്രേ ഉള്ളൂ. ആ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ഓർത്ത് വയ്ക്കുക into 10⁻³. നെക്സ്റ്റ് അടുത്തൊരു പോയിന്റ്. സപ്പോസ് ഇപ്പം A എന്ന് പറയുന്ന ജനറേറ്റർ ആണിത്. ജനറേറ്റർ നമ്പർ A ആൻഡ് ഇത് ജനറേറ്റർ നമ്പർ B. A ആൻഡ് ജനറേറ്റർ B. ഓക്കെ, A ഉണ്ട്, ഇത് B ഉണ്ട്. എയും ബിയും കൂടെ ചേർന്നിട്ട് നമ്മളുടെ ലോഡ് എടുക്കുകയാണ്. ലോഡ് എത്ര? 700 മെഗാവാട്ട് എന്ന് വിചാരിക്കാം. 700 മെഗാവാട്ട് അവർ ലോഡ് എന്ത് ചെയ്യാണ്? ലോഡ് സപ്ലൈ ചെയ്യണം. 700 മെഗാവാട്ട് അവർ 700 മെഗാവാട്ട് കേട്ടോ. 700 മെഗാവാട്ട്. അപ്പോൾ അതായിരിക്കും വരിക ഫോർ എക്സാമ്പിൾ എയുടെ കപ്പാസിറ്റി 500 മെഗാവാട്ട് ആണ്. ബിയുടെ കപ്പാസിറ്റി ഞാൻ പറയുന്നത് ഒരു 400 മെഗാവാട്ട് ആണ്.
എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ ഒപ്റ്റിമൽ ലോഡ് ഷെയറിംഗ് ആൻഡ് ഓർ എന്തായിരിക്കും ഷെഡ്യൂളിംഗ് ഓഫ് ദി ഓൾട്ടർനേറ്റർ. അപ്പൊ നമുക്ക് വേണ്ടത് പറഞ്ഞാൽ എന്തായിരിക്കും എക്കണോമിക്കലായിട്ട് ഒപ്റ്റിമം അല്ലെങ്കിൽ എന്തായിരിക്കും ഒപ്റ്റിമം ലോഡ് ഷെയറിംഗ് എക്കണോമിക്കലായിട്ട് എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ലോഡ് ഷെയറിംഗ് ഈ രണ്ട് ജനറേറ്ററിനെയും എങ്ങനെ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും അതാണ് ചോദ്യം. അപ്പൊ അതാണ് നമുക്ക് നമ്മളുടെ കൺസെപ്റ്റ് പറയുന്നത്. അതായത് റേറ്റ് ഫൈനാൻഷ്യലി അതായത് എക്കണോമിക്കലായിട്ട് പൈസ അതായത് കോസ്റ്റ് കുറച്ചുകൊണ്ട് ഈ രണ്ട് ജനറേറ്ററിനെ നമുക്ക് എങ്ങനെ നമുക്ക് മാക്സിമം നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും അതാണ് നമ്മുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ലോഡ് ചെയ്ത് നമ്മൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കാൾഡ് ഒപ്റ്റിമൽ ലോഡ് ഷെയറിംഗ് ഓർ ലോഡ് ഷെഡ്യൂളിംഗ് നമ്മൾ പറയും. therefore അപ്പൊ നമുക്ക് വേണ്ടത് പറഞ്ഞാൽ എന്തായിരിക്കും വരിക therefore the condition for ഓർത്ത് വയ്ക്കുക the condition for economical scheduling or economical load scheduling or optimal load sharing രണ്ടും സെയിം തന്നെയാണ്. economical load sharing or scheduling or optimal load sharing എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുക. രണ്ട് മീനിങ്സ് എല്ലാം സെയിം ആണ്. optimal load sharing. അപ്പൊ അതിന്റെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ എന്തായിരിക്കും DFA by DPA that is എന്തായിരിക്കും incremental fuel cost of generator A is equal to DFB incremental fuel cost of generator B അല്ലെ is equal to എന്തായിരിക്കും is equal to a lambda a constant. This is the condition for economical load sharing. Very important ആണ്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഓർത്ത് വയ്ക്കാം. പ്രോബ്ലംസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. ക്വസ്റ്റ്യൻ നോക്കിയേ എങ്ങനെ ആയിരിക്കും ഇതിന്റെ കോമ്പറ്റേറ്റീവ് എക്സാം ക്വസ്റ്റ്യൻ വരും നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. First question, the incremental cost characteristics of two generators delivering 200 megawatt as follows. 200 megawatt as follows. DF1 divided by DP1 is equal to 20 plus 0.1 P1 and DF2 divided by DP2 16 plus 0.2 P2. Question, for optimal load sharing or for economic load operation for optimal load sharing P1 and P2 should be dash ആണ് ചോദ്യം. ഇപ്പൊ രണ്ട് ജനറേറ്റർ ഉണ്ട്, P1 ഉണ്ട് P2 ഉണ്ട്. അപ്പൊ അതിനകത്ത് ഒപ്റ്റിമൽ ആയിട്ട് അത് ടോട്ടൽ ലോഡ് 200 മെഗാവാട്ട് ഉണ്ട് അല്ലെ. അപ്പം അതിന് എങ്ങനെ നമുക്ക് എക്കണോമിക്കലായിട്ട് നമുക്ക് ലോഡ് ഷെയർ ചെയ്യാം. അതിന്റെ ഫ്യൂൽ കോസ്റ്റ് അതിന്റെ ഇൻക്രിമെന്റൽ ഫ്യൂൽ കോസ്റ്റ് തന്നിട്ടുണ്ട് അല്ലെ. ഇൻക്രിമെന്റൽ കോസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പൊ കണ്ടീഷൻ എന്താ നമ്മൾ മുന്നേ പഠിച്ചത് എന്തായിരിക്കും ഫോർ ഒപ്റ്റിമൽ അല്ലെ. എന്താണ് ഫോർ ഒപ്റ്റിമൽ ലോഡ് ഷെയറിംഗ് അല്ലെ. ഫോർ ഒപ്റ്റിമൽ ലോഡ് ഷെയറിംഗ് വാട്ട് ഈസ് ദ കണ്ടീഷൻ ലോഡ് ഷെയറിംഗ് ഫോർ ഒപ്റ്റിമൽ ലോഡ് ഷെയറിംഗ് എന്താ കണ്ടീഷൻ എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫോർ ഒപ്റ്റിമൽ ലോഡ് ഷെയറിംഗ് കണ്ടീഷൻ ഈസ് എന്തായിരിക്കും DF1 അല്ലെ എന്തായിരിക്കും ഇൻക്രിമെന്റൽ ഫ്യൂൽ കോസ്റ്റ് ആർ ഈക്വൽ അല്ലെ. DF1 കുറച്ച് മുന്നേ നമ്മൾ പറഞ്ഞായിരുന്നു DF1 ഡിവൈഡ് ബൈ അല്ലെ DFA ഡിവൈഡ് ബൈ DPA is equal to ഈ റിലേഷൻ അല്ലെ. therefore എന്തായിരിക്കും അപ്ലൈ ചെയ്യുക എന്തായിരിക്കും DF1 ഡിവൈഡ് ബൈ DP1 is equal to DF2 by DP2 അല്ലെ. divided by DF2 by DP2. therefore എന്തായാലും DF1 DP1 എന്തായിരിക്കും വരിക 20 plus 0.1 P1 is equal to F2 by P2 എന്തായിരിക്കും വരിക 16 plus എന്തായിരിക്കും 0.2 P2 അപ്പൊ എന്തായിരിക്കും വരിക. therefore 0.2 P2 അല്ലെ 0.2 P2
minus 0.1 P1 is equal to 20 minus 60 ഒരു 4 വരും. This is equation number 1. പിന്നെ തന്നിട്ടുണ്ട് എന്താ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. The incremental fuel cost of two generators delivering 200 megawatt. Therefore delivering 200 megawatt. Therefore അടുത്ത ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റും P1 plus P2 is equal to എത്ര വരും? Therefore P1 plus P2 is equal to 200 megawatt കിട്ടും. അപ്പം ഇക്വേഷൻ നമ്പർ 2. ഇനി എന്താ രണ്ട് ലീനിയർ ഇക്വേഷൻസ് അല്ലേ? ഞാൻ ഏതെങ്കിലും എന്തായിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് P2 is equal to substitute P2 is equal to 200 minus P1 in ഇവിടെ ആയിരിക്കും ഇക്വേഷൻ 1. In equation 1 substitute ചെയ്ത് നോക്കിയാൽ on solving നമുക്ക് എങ്ങനെ കിട്ടും? On solving നമുക്ക് എങ്ങനെ കിട്ടും? On solving P1 is equal to P1 is equal to 120 megawatt and P2 is equal to 80 megawatt. This is the answer. അപ്പോൾ incremental fuel cost തന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ബിക്കോസ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും optimal load sharing. What is the condition? Incremental fuel cost must be equal. So DFA divided by DPA is equal to DFB divided by DPB. Therefore രണ്ടും കൂടി ഈക്വേറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്കൊരു ലീനിയർ ഇക്വേഷൻസ് കിട്ടും. പിന്നെ എന്തായിരിക്കും തന്നിരിക്കുന്ന ജനറേറ്റേഴ്സ് ഡെലിവറിംഗ് 200 മെഗാവാട്ട്. Therefore P1 plus P2 is equal to 200. അപ്പോൾ അതെന്തെങ്കിലും രണ്ട് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്ത് വയ്ക്കുക. P1 P2 കണ്ടുപിടിച്ച് വയ്ക്കുക. സോ സിമ്പിൾ ആയിട്ട് കിട്ടും. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Next question. Okay. അടുത്ത ചോദ്യം. In a power system, the fuel input for plant 1 and 2 are F1 is equal to 0.20 pi square plus 30 pi plus 100 rupees per hour, and F2 is equal to 0.25 pi square plus 40 P2 plus 80 rupees per hour. The limits of generator are 20 less than or equal to P1 less than or equal to 80 megawatt, and 40 less than or equal to P2 less than or equal to 200 megawatt. ചോദ്യം, the total demand is 130 megawatt. The total demand is 130 megawatt. For economic load operation, P1 and P2 B dash. ഇവിടെ തന്നിരിക്കുന്ന F1 തന്നിട്ടുണ്ടല്ലേ, ഫ്യൂൽ ഇൻപുട്ട് തന്നിട്ടുണ്ട്, ഫ്യൂൽ കോസ്റ്റ് ക്യാര തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഇൻക്രിമെന്റൽ ഫ്യൂൽ കോസ്റ്റ് കണ്ടുപിടിക്കണം അല്ലെ. DF1 ഡിവൈഡ് ബൈ DPA കണ്ടുപിടിക്കാം, DF2 ഡിവൈഡ് ബൈ DPA കണ്ടുപിടിക്കാം അല്ലെ. Therefore നമുക്ക് തന്നിരിക്കുന്നത് എന്താ? ഫ്യൂൽ കോസ്റ്റ് ക്യാരാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ഫസ്റ്റ് കണ്ടുപിടിക്കണേ? DF1 ഡിവൈഡ് ബൈ അല്ലെ. ഫസ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിക്കാം? DF1 ഡിവൈഡ് ബൈ DPI അല്ലെ. DPI is equal to എന്തായിരിക്കും വരിക? 0.40 pi അല്ലെ. 0.40 pi plus 30, ബാക്കി 100 0 ആയി പോകും അല്ലെ. നെക്സ്റ്റ് DF2 divided by DPI is equal to DF2 divided by DPI is equal to 0.5
PI plus 40 PI അല്ല ഇത് P2 ആണ് P1 P2 ആണ് കേട്ടോ P2 therefore df2 divided by dp2 is equal to എന്തായിരിക്കും 0.5 P2 plus 40 അല്ലേ ഇത് ഇക്വേഷൻ നമ്പർ 1 എന്തായിരിക്കും ഇക്വേഷൻ നമ്പർ 2 അടുത്ത നമ്മളെ കണ്ടീഷൻ നമ്മൾ എന്തായിരിക്കും നമ്മളുടെ എന്തായിരിക്കും ഫോർ എക്കണോമിക് ലോഡ് ഓപ്പറേഷൻ അല്ലേ കണ്ടീഷൻ എന്താ ഫോർ എക്കണോമിക് ലോഡ് ഓപ്പറേഷൻ condition is equal to എന്തായിരിക്കും df1 by dp1 is equal to df2 by dp2 therefore എന്ത് വരാം therefore 0.40 p1 plus 30 is equal to 0.5 p2 plus 40 അപ്പോൾ എന്ത് കിട്ടും therefore 0.4 p1 minus 0.5 p2 is equal to 40 minus 30 10 അല്ലേ 40 minus 30 10 വരും this is equation number 3 ഇനി equation number 3 കിട്ടി ഇനി നമുക്ക് എന്താ വേണ്ടേ equation number 3 കിട്ടി നമുക്ക് ഇനി എന്താ ഒരു അടുത്ത ലീനിയർ ഇക്വേഷൻ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് total demand is 130 megawatt therefore എന്താ വരുന്നത് p1 plus p2 is equal to 130 p1 plus P2 is equal to 130 equation number 4 therefore solving 3 and 4 അല്ലേ solving 3 and 4 കൂടെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും P1 is equal to solving P1 is equal to 83.33 megawatt and P2 is equal to എത്ര വരും P2 is equal to 46.77 megawatt അപ്പോൾ ഈ P1 കിട്ടി P2 കിട്ടി നമ്മളുടെ കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ ഫസ്റ്റ് ഓപ്ഷൻ നമ്പർ 1 ഇതായിരിക്കും ഇത് എഴുതി വെക്കരുത് കാര്യം ഇത് ആൻസർ തെറ്റാണ് കാര്യം നോക്കിയേ എന്താ തെറ്റാവാൻ കാര്യം P1 83.33 P2 46.77 നമ്മൾ സോൾവ് ചെയ്തപ്പോൾ കിട്ടി പക്ഷേ നമ്മളെ ക്വസ്റ്റ്യൻ എന്ത് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ ലിമിറ്റ് തന്നിട്ടുണ്ട് എന്തായിരിക്കും as per the question എന്ത് തന്നിട്ടുണ്ട് ലിമിറ്റ് തന്നിട്ടുണ്ട് എത്രയായിരിക്കും 20 അല്ലേ ജനറേറ്റർ ലിമിറ്റ്സ് ആർ തന്നിട്ട് എങ്ങനെ ആയിരിക്കും ജനറേറ്റർ ലിമിറ്റ്സ് ആർ 20 less than or equal to P1 less than or equal to 80 and അടുത്ത എന്തായിരിക്കും 40 less than or equal to P2 less than or equal to 200 അപ്പോൾ എന്താണ് P1 എന്ന് പറയുന്ന എന്തായിരിക്കും ജനറേറ്റർ എന്തായിരിക്കും അതിന് 80 മെഗാവാട്ട് വരെ മാത്രമേ അതിനെടുക്കാനുള്ള മാക്സിമം കപ്പാസിറ്റി ഉള്ളൂ അല്ലേ അപ്പോൾ എന്തായിരിക്കും നമുക്ക് വന്നിരിക്കുന്നത് എന്താ 83.33 അപ്പോൾ എന്ത് ചെയ്യായിരിക്കും therefore P1 is equal to എത്ര വരും P1 is equal to 80 മെഗാവാട്ട് and P2 is equal to എത്ര വരുന്നുണ്ട് 46.77 plus 80 ആയിട്ട് ബാക്കി എത്ര 3.33 അല്ലേ therefore 46.77 plus 3.33 therefore എന്ത് പറയാൻ പറ്റും therefore P1 is equal to 80 and P2 is equal to 50 megawatt so നോക്കുക ലിമിറ്റ് എക്സീഡ് ചെയ്ത് പോവുകയാണെങ്കിൽ അടുത്ത ജനറേറ്ററിൽ എന്ത് ചെയ്യുക അതിന് ആ ബാക്കി വരുന്ന ബാലൻസ് അടുത്ത ജനറേറ്ററിൽ ആഡ് ചെയ്ത് വെക്കുക കാര്യം ഇവിടെ ലിമിറ്റ് കാര്യം ഫസ്റ്റ് ജനറേറ്റർ ലിമിറ്റ് 80 മെഗാവാട്ട് വരെ മാത്രമേ അത് ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷെ നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മൾ കാൽക്കുലേഷൻ 83.33 മെഗാവാട്ട് കിട്ടി അപ്പോൾ നമ്മൾ മാക്സിമം 80 എടുത്തു ബാക്കി 3.33 നമ്മൾ P2 നമ്മൾ ആഡ് ചെയ്ത് എടുക്കാം സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ചോദിച്ചു കണ്ടിട്ടുണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാര്യം നമ്മളുടെ ഫസ്റ്റ് ഓപ്ഷൻ എന്തായിരിക്കും 83.33 46.77 ചാടി പിടിച്ച് നമ്മൾ എഴുതി വെക്കുന്നത് തെറ്റാണ് സോ ലിമിറ്റ് നോക്കിയിട്ട് എന്തായിരിക്കും ലിമിറ്റ് തന്നിട്ടില്ലെങ്കിൽ ആൻസർ ആയിരിക്കും കറക്റ്റ് പക്ഷെ ലിമിറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം ആ ലിമിറ്റിനകത്ത് ഉൾക്കൊള്ളിക്കുന്ന ഏതാണോ മാക്സിമം ലിമിറ്റ് അത് വെക്കുക അഡീഷണൽ ആയിട്ട് വരുന്നത് എന്തായിരിക്കാം അടുത്ത ജനറേറ്ററിലേക്ക് ലോഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ സോ ഇതാണ് നമ്മളുടെ എന്തായിരിക്കും പറയാം എക്കണോമിക്സ് ഓഫ് ലോഡ് പവർ സിസ്റ്റം എന്ന് പറയുന്നത് അപ്പൊ നമ്മള് ഇപ്പൊ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കിക്കഴിഞ്ഞാലേ അതൊരു ഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ് ഫോർ എക്സാമ്പിൾ അത് UPSCക്ക് ഒരു തവണ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അതും കൂടെ നോക്കാം ഇതാണ് ഗ്രാഫ് എന്ന് പറയുന്നത് അതായത് രണ്ട് ഗ്രാഫ് വന്നിട്ടുണ്ട് ഇതൊരു ഗ്രാഫ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഗ്രാഫ് വന്നിട്ടുണ്ട് ഇത് 400 ഇത് 400 ഇത് എത്ര 600 ഇത് rupees per megawatt hour
ഓക്കെ, അതാണ് റുപ്പീസ് പെർ മെഗാവാട്ട് അവർ. റുപ്പീസ് പെർ മെഗാവാട്ട് അവർ. പിന്നെ ഇതെന്തായിരിക്കും വരിക? ഇത് നമ്മളുടെ ലോഡ് അല്ലേ, നമ്മളുടെ ലോഡ്. ഇത് 200, ഇത് 450, ഇത് 450, ഇങ്ങനെ ആയിരിക്കും വരുന്നത്. This is 200, അടുത്ത is 450. ഇത് എ. ബിയുടെ എങ്ങനെ വന്നിരിക്കുന്നത്? 6, 150, ലോഡ് 150, ഇത് 450, ഇത് 650, ഇത് 800. ലോഡ് വന്നിരിക്കുന്നത് ഇങ്ങനെ പോയിരിക്കും. ഇത് റുപ്പീസ് പെർ മെഗാവാട്ട് അവർ കേട്ടോ. ഇത് റുപ്പീസ് പെർ മെഗാവാട്ട് അവർ. ഇതെന്തായിരിക്കും? ഇത് ലോഡ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ദ ഇൻക്രിമെന്റൽ ഫ്യൂൽ കോസ്റ്റ് curves in rupees per megawatt hour for 2 generators supplying 700 megawatt. The incremental fuel cost, the incremental cost curves, the incremental cost curves in rupees per megawatt hour, in rupees per megawatt hour for 2 generators, for 2 generators supplying 700 megawatt as shown above. Then the economical load operation. For economical load operation, P1 and P2 is എന്നാണ് ചോദ്യം. P1 and P2 is. ഇതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റും. നോക്കിയേ, നമ്മൾ 450 മെഗാവാട്ട് നമ്മൾ നോക്കും. ഇപ്പൊ നമുക്ക് ഇതിനകത്ത് രണ്ടാമത് കോമൺ ആയിട്ടുള്ള ലോഡ് ഏതാ? 450 ഇവിടെയും കോമൺ ഉണ്ട്. ഇത് ജനറേറ്റർ എ എന്ന് പറയുന്നത് എടുക്കാം, നമുക്ക് ജനറേറ്റർ ബി എടുക്കാം അല്ലെ. ഇതിനകത്ത് ഫസ്റ്റ് ജനറേറ്റർ ചെയ്യുന്ന 450 മെഗാവാട്ട് കോമൺ ഉണ്ട്, 450 മെഗാവാട്ട് ഉണ്ട്. ഇവിടെ എന്തായിരിക്കും? ഇവിടെയും 450 മെഗാവാട്ട് ഉണ്ട്. ഇവിടെ ജനറേറ്റർ നമ്പർ എ 450 മെഗാവാട്ട് ജനറേറ്റ് ചെയ്യുന്നതിന് എത്ര എടുക്കുന്നത്? 600 റുപ്പീസ് എടുക്കുന്നത്. ജനറേറ്റർ നമ്പർ ബി 450 മെഗാവാട്ട് ജനറേറ്റ് ചെയ്യുന്നതിന് എത്ര എടുക്കുന്നുണ്ട്? 800 റുപ്പീസ് എടുക്കുന്നുണ്ട്. സോ എക്കണോമിക്കൽ ആയിട്ട് വരുന്ന ആരായിരിക്കും? therefore P1 എന്തായിരിക്കും വരിക? therefore ജനറേറ്റർ നമ്പർ 1 അല്ലേ, P1 is equal to എക്കണോമിക്കൽ ആയിട്ട് എത്ര വരുന്നത്? 450 അല്ലേ, 450. ടോട്ടൽ P1 പ്ലസ് P2 700 തന്നിട്ടുണ്ട്. അപ്പൊ P2 is equal to എത്ര വരും? 700 minus 450, therefore എത്ര വരും? therefore that is equal to 250 വരും. ഇങ്ങനെ കണ്ടുപിടിക്കാം. സോ ഇത് P1 is equal to, ഗ്രാഫ് നോക്കി നമുക്ക് പറയാൻ പറ്റും. P1 is equal to 450 and P2 is equal to 250. ബാലൻസ് ടോട്ടൽ 700 ഉണ്ട്. 700 450 പോയി കഴിഞ്ഞാൽ ബാക്കി 250 വരും. സോ ഇങ്ങനെ നമുക്ക് ഓർത്ത് വയ്ക്കുക. നമ്മളുടെ ഇന്റൻഷൻ പറഞ്ഞാൽ കോസ്റ്റ് കുറഞ്ഞിരിക്കണം. ദാറ്റ് മീൻസ് എക്കണോമിക്കൽ ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യണം. ഇപ്പം ഈ എന്തായിരിക്കും ഗ്രാഫ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ 450 മെഗാവാട്ട് ജനറേഷൻ നടക്കുന്നുണ്ട്. പക്ഷേ എത്രയാണ്? 600 റുപ്പീസ് എടുക്കുന്നുണ്ട്. പക്ഷേ നമ്മളെന്തായിരിക്കും ഗ്രാഫ് ബി നോക്കി കഴിഞ്ഞാൽ അവിടെയും 450 മെഗാവാട്ട് ജനറേഷൻ നടക്കുന്നുണ്ട്. പക്ഷേ എന്തായിരിക്കും കോസ്റ്റ് പെർ മെഗാവാട്ട് അവർ എത്ര? 800 കാണിക്കുന്നുണ്ട്. അപ്പം ഏറ്റവും എക്കണോമിക്കൽ ആയിട്ടുള്ള ഏതായിരിക്കും? എ ആയിരിക്കും ഉണ്ടാവും അല്ലെ. therefore P1 is equal to 450 and P2 is equal to എന്തായിരിക്കും? 700 minus 450, that is equal to 250. ഓർത്ത് വയ്ക്കുക. സോ ഇതാണ് നമ്മുടെ എക്കണോമിക്സ് ഓഫ് പവർ ജനറേഷൻ. നമുക്ക് കുറച്ച് ടോപ്പിക്സ് നമുക്ക് റിവിഷൻ ക്ലാസ്സിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ ആ ഒരു എന്തായിരിക്കും ലോഡ് ഫാക്ടർ, ഡിമാൻഡ് ഫാക്ടർ, പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ, പ്ലാന്റ് യൂട്ടിലൈസേഷൻ ഫാക്ടർ, അങ്ങനെയുള്ള കുറച്ച് ടേംസ് ഉണ്ട്. അത് നമുക്ക് റിവിഷൻ ക്ലാസ്സിൽ അതിന്റെ പ്രോബ്ലംസ് ചെയ്യാം, 1-2 കൺക്ലൂഷൻസ് നമുക്ക് ചെയ്യണം. അപ്പോൾ ഇതിനകത്തുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നോക്കുക, ഇതൊക്കെ ഡയറക്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, താങ്ക് യു.